ഇന്ന് മാർച്ച് 12. 1925 മാർച്ച് 12-ന് രാഷ്ട്രപിതാവ് മഹാത്മജി ആദ്യമായി കൊല്ലം സന്ദർശിച്ചതിൻ്റെ ശതാബ്ദി നിറവിലാണ് കൊല്ലം നഗരവും നഗരവാസികളും. 1924 ബൽഗാം സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രസിഡന്റ് ആയതിനു ശേഷം ഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനവുമായിരുന്നു 1925 ആ സന്ദർശനത്തിൽ വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. കാക്കിനദ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് അയിത്തോച്ചാടനത്തിനെതിരെ ദേശവ്യാപകമായ പ്രക്ഷോഭം ആരംഭിക്കാൻ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി 1924 മാർച്ച് മാസം 30 കെ കേളപ്പന്റെയും കെ പി കേശവന്റെയും അനന്ത പത്മനാഭന്റെയും ടി കെ മാധവന്റെയും ഒക്കെ നേതൃത്വത്തിൽ വൈക്കത്ത് ഐതിഹാസികമായ സത്യാഗ്രഹം ആരംഭിച്ചു. ആ ജാതി പിശാചിനെതിരെയുള്ള വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് 1925 മാർച്ച് 12-ന് ആലപ്പുഴ നിന്നും ബോട്ട് മാർഗം ഗാന്ധി കൊല്ലത്തെത്തിയത്. കൊല്ലത്തെ ബോട്ട് കടവിൽ വെച്ച് കൊല്ലം മുനിസിപ്പൽ ചെയർമാനും പൗരമുഖ്യന്മാരും വലിയ ജനാവലിയും ഗാന്ധിയെ സ്വീകരിച്ച് പൊതുസമ്മേളന വേദിയായ കണ്ടോൺമെന്റ് മൈതാനത്തിലേക്ക് ആനയിച്ചു. അവിടെ ഉയർത്തിക്കെട്ടിയ സ്റ്റേജിൽ ഗാന്ധിജിക്ക് കൊല്ലം നഗരം നൽകിയ ആദരവ് മുനിസിപ്പൽ ചെയർമാൻ ബാരിസ്റ്റർ എം.ആർ. പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിൽ ഗാന്ധിയെ സ്വീകരിക്കുകയും പ്രൗഢമായ ഒരു മംഗളപത്രം ഗാന്ധിക്ക് സമർപ്പിക്കുകയും ചെയ്തു. ആ മംഗളപത്രത്തിന് മറുപടിയായി സുദീർഘമായ ഒരു പ്രഭാഷണം ഗാന്ധി കൊല്ലത്ത് നടത്തി. ആ പ്രഭാഷണത്തിൽ ജാതി പിശാചിനെതിരെ അതിശക്തമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. അതിൽ നിന്ന് മോചനം നേടാതെ ഭാരതത്തിന് മോചനമുണ്ടാകുക അസാധ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പ്രസംഗത്തിന്റെ ഭാഗമായി അദ്ദേഹം കൊല്ലത്തെ സ്ത്രീകളെ മുക്തകണ്ഠം പ്രശംസിച്ചു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ശുഭ്രവസ്ത്രം നിങ്ങളുടെ മനസ്സിന്റെ നിഷ്കളങ്കതയുടെ മുദ്രയും പ്രതീകവുമാണ്. അതിലേക്ക് ഏറെ അഭിമാനമുണ്ട്. ഒപ്പം നിങ്ങൾ ധരിച്ചിരിക്കുന്ന ശുഭ്രവസ്ത്രം ഖാദിയല്ല എന്നുള്ളത് എനിക്ക് നിരാശയുണ്ട്. അതുകൊണ്ട് കൊല്ലത്തെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാർ ഖാദി പരിശീലിക്കുകയും നെയ്ത്ത് ഒരു ശീലമാക്കുകയും ചെയ്യണം. അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിയത് ആസാമിലെ സ്ത്രീകളുടെ സ്വയംപര്യാപ്തത്തെ കുറിച്ചായിരുന്നു. കൊല്ലത്ത് നൽകിയ സ്വീകരണത്തിന് അദ്ദേഹപ്പെടുത്തി അദ്ദേഹം മടങ്ങിയത് വർക്കല ശിവഗിരിയിലെ ഐതിഹാസികമായ ഗാന്ധി ഗുരുദേവ സംവാദ വേദിയിലേക്കായിരുന്നു. ഗാന്ധിയുടെ ആകെ 5 സന്ദർശനങ്ങളാണ് കേരളത്തിൽ നടത്തിയത്. വളരെ ചുരുങ്ങിയ ഒരു കാലം 1920 മുതൽ 37 വരെയുള്ള 2 പതിറ്റാണ്ടിനുള്ളിൽ 5 പ്രാവശ്യം അദ്ദേഹം കേരളത്തിൽ വന്നു. അതിൽ 4 പ്രാവശ്യം അദ്ദേഹം കൊല്ലത്ത് വന്നു. ആ കൊല്ലത്ത് അദ്ദേഹം വന്നതിന്റെ ആദ്യമായി വന്നതിന് 100-ാം വാർഷികം എന്ന് ആചരിക്കുകയാണ്. ജില്ലയിലെമ്പാടും വിവിധ ഗാന്ധിയൻ സംഘടനകളും വിചാര വിഭാഗം അടക്കമുള്ള സംഘടനകൾ സംയുക്തമായിട്ട് 100 കേന്ദ്രങ്ങളിൽ ഗാന്ധി സന്ദേശ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ഗാന്ധി ചിത്ര പ്രദർശനം, ഗാന്ധി സിനിമാ പ്രദർശനം, ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ സംഘടിപ്പിക്കുമ്പോഴും ഒരു പരിഭവം മനസ്സിൽ കിടക്കുന്നത്, ഗാന്ധിയുടെ 4 സന്ദർശനം കൊണ്ട് ധന്യമായ കൊല്ലത്ത് ഗാന്ധിക്ക് ഒരു ധന്യമായ ഒരു സ്മാരകം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഖേദപൂർവ്വം ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്.